തികച്ചും വ്യത്യസ്തമായിട്ടുള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളൊരു യാത്രയിലാണ്, ചാലക്കുടിക്കാണ് പോകുന്നത്. ചാലക്കുടി എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ചാലക്കുടിക്കാരനായ നമ്മുടെ സ്വന്തം മണിച്ചേട്ടനെ. തീർച്ചയായിട്ടും നമ്മൾ മണിച്ചേട്ടൻ്റെ വീട് കാണാനാണ് പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിരുന്നു, കോഴിക്കോടുള്ള പല ഫിലിം സ്റ്റാർസിൻ്റെയും വീട്ടിൽ നമ്മൾ പോയിരുന്നു. അതേപോലെ ഇന്ന് നമ്മൾ പോകുന്നത് നമ്മളെ മണിച്ചേട്ടൻ്റെ വീട്ടിലോട്ടാണ്. ഇന്ന് ഞാൻ മാത്രമല്ല, എൻ്റെ ഒപ്പം ശബ്ദത്തിലൂടെ മണിച്ചേട്ടനായി ജീവിക്കുന്ന ഒരാൾ കൂടി നമ്മളെ നാട്ടുകാരനാണ്, തിരുവമ്പാടിക്കാരനാണ്, പ്രതീഷ് കലാഭവൻ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് നമ്മുടെ ചാലക്കുടി എന്ന് പറയാം നമ്മുടെ മണിച്ചേട്ടന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇനി ബാക്കിയെല്ലാം നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അതെ, ശരിക്കും പറഞ്ഞാല് മണിച്ചേട്ടന്റെ ഓർമ്മകളും പിന്നെ കുറെ കഥകളും പാട്ടും അനുകരണവും ഒക്കെ ആയിട്ട് പോകുന്നൊരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടും ഫാമിലിയിലോട്ടും വീഡിയോസൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ചാലക്കുടി എത്തുന്നവരും എത്തിയിട്ടുള്ളതുമായിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണാം. ചേട്ടാ, മണിച്ചേട്ടൻ എവിടെ? അവിടുന്ന് റൈറ്റ്, അവിടുന്ന് റൈറ്റ്, പിന്നെ ലെഫ്റ്റ് അല്ലേ? അവിടുന്ന് ലെഫ്റ്റ്. ഓക്കെ, ഇവിടുന്ന് നേരെ അങ്ങോട്ടല്ലേ? ഓക്കെ. അപ്പൊ നമ്മള് ചാലക്കുടി എത്തിക്കുന്ന വഴി ചോദിച്ചു പോവാണ്. ചേട്ടാ, മണിച്ചേട്ടന്റെ വീട്ടിലേക്കല്ല പോവാ? മണിച്ചേട്ടന്റെ വീട്ടിലേക്ക് ആ അപ്പൊ നമ്മള് മണിച്ചേട്ടന്റെ സ്മാരകത്തിന്റെ അടുത്താണ്. അച്ഛന്റെ പേരിൽ മണിച്ചേട്ടൻ ഉണ്ടാക്കിയ സ്മാരകമാണ് അല്ലേ? മണിച്ചേട്ടന്റെ അച്ഛന്റെ പേരിൽ ഉണ്ടാക്കിയാണ്. കുന്നശ്ശേരി രാമൻ സ്മാരകം. അതെ, ശരിക്കും നമ്മളെ മണിച്ചേട്ടൻ എൻ്റെ ആ മുഖത്തൊക്കെ നോക്കുമ്പോൾ ശരിക്കും ഒരു ഇതുള്ള പോലെ ഉണ്ട് അല്ലേ? ജീവൻ തുടിക്കുന്ന. അതെ, മണിച്ചേട്ടൻ ഓർക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന്
ഒരു പാട്ട് പാടുകയാണെങ്കിൽ നിങ്ങൾ ഏതായിരിക്കും പാടുക? മണിച്ചേട്ടനെ ഓർക്കുന്ന എല്ലാ മലയാളികളും ഓർത്ത് വെക്കുന്ന ഒരു പാട്ട് തന്നെയാണ്. പൊന്നു വിളയുന്ന പാടത്തും നാട്ടില് നാനായിടത്തും നീ പാറിയില്ലേ, പള്ളിക്കൂടത്തിനകമ്പടിയില്ലാതെ പൊന്നാരപ്പാട്ട് നീ പാടിയില്ലേ, മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് ഈ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടേ. എന്തായാലും മണിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ ശരിക്കും രോമാഞ്ചം ഇതാണ്. ആ പാട്ടും മണിച്ചേട്ടൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആ ഒരു ഫീലിങ്സും ശരിക്കും പറഞ്ഞാൽ ഒന്നും അല്ലാതിരുന്ന എനിക്ക് ഇപ്പോൾ കാണുന്ന കലാപരമായിട്ട് മണിച്ചേട്ടൻ്റെ ശബ്ദവും അദ്ദേഹത്തിൻ്റെ നാടൻ പാട്ടുകളും പാടുന്നതുകൊണ്ട് മാത്രമാണ് ഫ്ലവേഴ്സ് ചാനലും അതുപോലെ കലാഭവൻ അതെ തീർച്ചയായും അതിലൊക്കെ എത്തിയ ശരിക്കും മണിച്ചേട്ടനെ അനുകരിച്ചു തുടങ്ങി. കാരണം എൻ്റെ ചെറുപ്പകാലത്തൊക്കെ എൻ്റെ ഏട്ടൻ അന്നൊക്കെ ശബ്ദരേഖ മണിച്ചേട്ടൻ്റെ ഒരുപാട് കാസറ്റുകൾ ഇറങ്ങുന്ന ഒരു സമയമാണ്. അതെ, ആ സമയത്ത് മണിച്ചേട്ടൻ്റെ കാസറ്റുകളാണ് ഏറ്റവും കൂടുതൽ എൻ്റെ വീട്ടിൽ കേൾക്കാറ്. കാരണം ഞങ്ങളൊക്കെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. അതെ, അപ്പം മണിച്ചേട്ടൻ്റെ തൂശിമ കുന്താരോ അങ്ങനെയുള്ള ഒരുപാട് കാസറ്റുകൾ മണിച്ചേട്ടൻ ആദ്യമായിട്ട് പാടുന്നൊരു പാട്ട് കാസറ്റിൽ പാടിയത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതിതാണ് നാദിർഷക്കാൻ്റെ പണ്ടൊക്കെ ഓണം വന്നാൽ നാടാകെ പാട്ടും കൂത്തും, ഇന്നൊക്കെ ഓണം വന്നാൽ നാടാകെ വെട്ടും കൂത്തും. അതിനുശേഷം മണിച്ചേട്ടൻ പാടിയിട്ട് എല്ലാവരും ഏറ്റെടുത്തൊരു പാട്ടാണ് പൊട്ടണ് പൊട്ടണ് എൻ മാനം പൊട്ടണ്, ചൂളമരത്തിൻ്റെ കായ പോലെ എന്തടി നാത്തൂനെ കണ്ടിട്ട് മിണ്ടാത്തേ, കളകടങ്ങലും സംഭവിച്ചോ. മണിച്ചേട്ടൻ്റെ മുമ്പിൽ വെച്ചിട്ട് എപ്പോഴെങ്കിലും ശബ്ദം അനുകരിക്കാൻ ജീവിച്ചിരിക്കുമ്പോൾ അവസരം കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മണിച്ചേട്ടൻ ഇവിടെ ഉണ്ടല്ലോ മുമ്പിൽ വെച്ചിട്ട് ഏത് ഫിലിമിൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഏതാണ് നിങ്ങൾ അനുകരിക്കുന്നത്? തീർച്ചയായിട്ടും മണിച്ചേട്ടൻ്റെ അവസാന സമയത്ത് JB ജംഗ്ഷൻ എന്ന പ്രോഗ്രാമിൽ അദ്ദേഹം ബ്രിട്ടാസ് സാറിനോട് പറഞ്ഞ ആ വാക്കുകൾ പറയാം. അതിങ്ങനെയായിരുന്നു. ബ്രിട്ടാസ് സാർ ചോദ്യം ഇങ്ങനെയായിരുന്നു: മണിയെക്കുറിച്ച് ഒരുപാട് വിവാദങ്ങൾ കേൾക്കുന്നു, ആതിരപ്പള്ളി പ്രശ്നം, കയ്യിൽ വളയിട്ട പ്രശ്നം, ഇതിനൊക്കെ കുറിച്ച് മണിക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി അതിങ്ങനെയായിരുന്നു: ഞാനിതെന്ത് ചെയ്തിട്ടാ സാറേ, ചാലക്കുടിയിൽ ഞാനൊരു ഓട്ടോ സ്റ്റാൻഡ് പണിത് കൊടുത്തു, ഒരു പോലീസ് സ്റ്റേഷൻ പണിത് കൊടുത്തു, എൻ്റെ അച്ഛൻ്റെ പേരിലൊരു വായനശാല, എന്നിട്ട് ഞാൻ ഈ ചെയ്ത നല്ല കാര്യങ്ങളൊന്നും എന്താ ആരും പറയാത്തേ? എല്ലാവരും എന്നെക്കുറിച്ച് നല്ലത് പറയുന്നൊരു ദിവസം വരും, ഞാൻ മരിച്ചു കിടക്കുമ്പോൾ, അന്നാണ് എന്നെക്കുറിച്ചൊരു നല്ല വാർത്ത കേൾക്കാൻ പറ്റുക. ശരിക്കും അത് യാഥാർത്ഥ്യമായി, അറം പറ്റുന്നത് പോലെ ആയി. ശരിക്കും അതെ, കറക്റ്റ് അന്ന് പറഞ്ഞ അതുപോലെ മണിച്ചേട്ടനെ കാണുകയാണെങ്കിൽ പാടിക്കൊടുക്കണം എന്ന് ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചൊരു പാട്ടാണ്. കുഞ്ഞുനാളിൽ അച്ഛൻ പാടിയ നാടൻ പാട്ടുകൾ പാടുമ്പോൾ ഓർമ്മയിൽ ഞാൻ എൻ്റെ അച്ഛനെ കണ്ടിടും, എൻ മുഖം നോക്കി ചിരിച്ചു കൊണ്ടച്ഛൻ ചൊല്ലിടും, എൻ മണിക്കുട്ട നീ എൻ്റെ ജീവനാണടാ. മണിച്ചേട്ടൻ പാടിയതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ടതാണ്. എന്തായാലും നേരിട്ട് കണ്ടില്ലെങ്കിലും മണിച്ചേട്ടൻ കാരണം ജീവിക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അതേപോലെ ഒരുപാട് ആർട്ടിസ്റ്റുകൾക്ക് ഇപ്പോഴും അന്നം കൊടുക്കുന്ന ഒരാളാണ് ശരിക്കും പറഞ്ഞാൽ മണിച്ചേട്ടൻ. ശരിക്കും നിങ്ങളിപ്പോൾ ഫ്ലവേഴ്സിന്റെ ആ ഫ്ലോറിൽ കുറെ ആൾക്കാർ വന്നിട്ടില്ലേ? നമ്മളെ കോമഡി ഉത്സവത്തിന്റെ ഇതിൽ ഇവിടെ തന്നെയുള്ള ചാലക്കുടിക്കാരനെ വേറെ ചാലക്കുടിയുള്ള സിൻഡോ ചാലക്കുടി ഉണ്ടായിരുന്നു അതിനകത്ത്. വേറെ പിന്നെ രഞ്ജു അതെ പ്രിയ സുഹൃത്താണ്. രൂപം കൂടി. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഇപ്പോഴും മണിച്ചേട്ടൻ്റെ നാടൻ പാട്ടും അദ്ദേഹത്തിൻ്റെ ശബ്ദവും കൊണ്ട് ജീവിക്കുന്നു, ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് ആൾക്കാർക്കുള്ള ഒരു വഴി ഒരുക്കിയിട്ട് തന്നെയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ തണലിൽ ജീവിക്കുകയാണ് ശരിക്കും. ആ തണല് വന്നത് ആള് മരണത്തിന് ശേഷം ശരിക്കും അയാൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആൾക്കാർ അങ്ങ് ഏറ്റെടുത്തു. തീർച്ചയായിട്ടും കേരളം മൊത്തത്തിൽ ഒരുപാട്.
ഞാൻ 18 വർഷമായിട്ട് മനുഷ്യരുടെ നാടൻ പാട്ടുകൾ 18 വർഷമായിട്ടുണ്ട് നാടൻ പാട്ടുകൾ പാടുന്നുണ്ട്. ആ ഇപ്പൊ അടുത്താണ് നിങ്ങൾ ശരിക്കും സ്റ്റേജിൽ ഈ ഫ്ലവേഴ്സിലൊക്കെ വന്നത്. ഫ്ലവേഴ്സിലൊക്കെ വന്നത് ഇതടുത്ത് ആണ്. മണിച്ചേട്ടൻ്റെ 2ാം ചരമവാർഷികത്തിനാണ് ആദ്യമായിട്ട് എനിക്ക് ഫ്ലവേഴ്സ് ചാനലിലേക്ക് ഒരു അവസരം എൻട്രി കിട്ടിയത്. അല്ലെ പ്രതീക്ഷടാ, ഈ വാനിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ ഓർക്കാനുള്ളത്? ഈ വാൻ ഞാൻ പറഞ്ഞു കേട്ടത് ഇത് മണിച്ചേട്ടൻ്റെ ലൊക്കേഷനിലേക്ക്, ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോകുന്ന സാധനങ്ങളും ആളുകളൊക്കെ കൊണ്ടുപോകുന്ന ഒരു വണ്ടിയാണ്. ബെൻ 100 കാരവാൻ പോലത്താണോ അല്ലെങ്കിൽ ഷൂട്ടിംഗ് അതിനായിട്ട് ഉപയോഗിക്കുന്നത്? ഷൂട്ടിംഗ് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാണ്. ശരിക്കും ഇത് സംരക്ഷിക്കുന്നില്ലേ? അല്ലെങ്കിൽ വെള്ളം പൊടി നിറഞ്ഞ് വെള്ളപ്പൊക്കം വന്നിരുന്നല്ലോ ഇവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. മണിച്ചേട്ടൻ്റെ അച്ഛനെ കാണുമ്പോൾ മണിച്ചേട്ടൻ പാടിയ ഒരു പാട്ട് ഏതെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ നിങ്ങൾക്ക്? മണിച്ചേട്ടൻ പാടിയ നാടൻ പാട്ടുകൾ തന്നെ ഉണ്ടല്ലോ. ഒന്നുണ്ട് കേക്കണം മോളെ ചാലക്കുടിയാറിൻ കരയിൽ ഓലമെഞ്ഞ വള്ളിക്കൂടിയിൽ സ്നേഹം വാരി തന്നൊരു വച്ചൻ. ഒന്നുണ്ട് കേക്കണം മോളെ ചാലക്കുടിയാറിൻ കരയിൽ ഓലമെഞ്ഞ വള്ളിക്കൂടിയിൽ സ്നേഹം വാരി തന്നൊരു വച്ചൻ. ഈരടികൾ ഈണമോടെ പാടിടുന്നു പൊന്നച്ചൻ. അപ്പോൾ നമ്മൾ മണിക്കൂടാരത്തിൽ കാണില്ലേ പോകുന്നത്? വീട് മണിക്കൂടാരം എന്നാണ് അറിയപ്പെടുന്നത്. മണിക്കൂടാരം. മണിക്കൂടാരത്തിൻ്റെ മുമ്പിനാണ് നമ്മളുള്ളത് അല്ലേ? മണിക്കിലുക്കം കേൾക്കുന്നില്ലേ? തീർച്ചയായിട്ടും ആ ഒരു ഫീല്, എന്തോ ഒരു ഫീൽ ഇവിടെ. അതെ. എന്താണ് പറയാനുള്ളത്? എന്തു പറയാനാ, അവിടെ വന്നപ്പോൾ മണിച്ചേട്ടൻ്റെ അനുജൻ പാടിയ ഒരു പാട്ടാണ് രാമകൃഷ്ണൻ RMB രാമകൃഷ്ണൻ പാടിയൊരു. അപ്പോൾ പുള്ളി പാടിയൊരു പാട്ട് നമുക്ക് ഓഡിയൻസിന് വേണ്ടിയിട്ട്, നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. ആരിയം നെല്ല് വിളയണ പാടത്ത് കൊത്തിപ്പറക്കണത്തേ ചാലക്കുടി പുഴയോരത്ത് നീ എൻ്റെ പൊന്മണി കൂടാരം കണ്ടു, എൻ്റെ ജീവനമുത്തിനെ കണ്ടു. ആവില്ല അച്ഛന് മുത്തേ നിന്നെ പിരിഞ്ഞിരിക്കാൻ, ചാലക്കുടിക്കാരെ കാണാതിരിക്കുമ്പോൾ ചങ്ക് പെടക്കണ് പൊന്നേ. ചാലക്കുടിക്കാരെ കാണാതിരിക്കുമ്പോൾ ചങ്ക് പെടക്കണ് പൊന്നേ, എൻ്റെ ചങ്ക് പെടക്കണ് പൊന്നേ. നമുക്ക് മണിച്ചേട്ടൻ്റെ ഏതെങ്കിലും ഒരു ഡയലോഗ് പ്രേക്ഷകർക്കായിട്ട്? തീർച്ചയായിട്ടും പറയാം. ഇവിടെ വന്നപ്പോൾ തന്നെ എന്തൊരു മനസ്സിൽ വല്ലാത്തൊരു വിഷമം ഉണ്ടാക്കുന്നൊരു മണിച്ചേട്ടനെ ആണ് ഓർമ്മയിൽ. അപ്പോൾ എന്തായാലും നമുക്ക് അദ്ദേഹത്തിന് ചോട്ടാ മുംബൈ എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം പറഞ്ഞൊരു ഡയലോഗ് പറയാം. നിങ്ങളിപ്പോൾ വായിച്ച വേദപുസ്തകത്തിലെ ദുഷ്ടനും ശത്രു അധർമ്മിയും ഒക്കെ ഞാൻ തന്നെയാണ്. പേര് നടേശൻ. സത്യവും ധർമ്മവും പാലിക്കുന്ന ഒരുപാട് ദേവപുത്രന്മാരുള്ള നമ്മുടെ നാട്ടിൽ ഒരു ചെകുത്താനെങ്കിലും വേണ്ടേ? മെക്കിട്ടുകാരൻ വന്നോണ്ടാ CI മോഹൻദാസിനെ ഞാൻ വന്നത്. ഇനി അതിനിടയ്ക്ക് നീ കൂടി കോടതി സാക്ഷി പറയാൻ വരണ്ട. അങ്ങനെ സംഭവിച്ചാൽ ആദ്യം ഞാൻ കൊല്ലുന്നത് നിന്നെയായിരിക്കും. ആ വേദന കണ്ട് ഉള്ളൊന്ന് പടച്ചു നിൽക്കുമ്പോൾ നിൻ്റെ മോനെ ഞാൻ കൊല്ലും. ഇത് 2 കുപ്പി കള്ളിൻ്റെ പുറത്ത് കൊച്ചിയിലെ ലോക്കൽ ഗുണ്ടകൾ പറയണ വാക്കല്ല. കൊല്ലുമെന്ന് പറഞ്ഞാൽ ഇത് നടേശൻ കൊന്നില്ല. മണിച്ചേട്ടൻ്റെ പാടിയിലേക്ക് പോവാം. പാടിയില്ലല്ലേ? മണിച്ചേട്ടൻ്റെ പാട്ടുകളും ഒക്കെ എഴുതിയിരിക്കും. മണിച്ചേട്ടൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന അദ്ദേഹത്തിൻ്റെ സ്വന്തം പാടിയിലേക്ക് പോകാം.